ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ആക്ച്വലി ന്യൂ ഇയർ. നിങ്ങൾക്ക് ന്യൂ ഇയർ ആയിരിക്കും, എനിക്കിപ്പോഴും ഡിസംബർ 31 ആണ്. സാധാരണ ആൾക്കാർ ന്യൂ ഇയറിനാണ് അവരുടെ റെസൊല്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ. ബട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ 3 E's ഫസ്റ്റ് ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈറ്റിൻ്റെ ഭാഗമായിട്ട് ഡയറ്റ് ആൻഡ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാം. സോ ഇന്നിപ്പോൾ 31 ആണ്. രാവിലെ നല്ല വിശപ്പുണ്ട്. നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇനി അതെങ്ങാനും ടെസ്റ്റിനെ ബാധിച്ചാലോ എന്ന് വിചാരിച്ച് അപ്പോൾ പോയി നോക്കാം. നമ്മുടെ അടുത്തൊരു മെഡിടെക് ഉണ്ട്, അവിടെ എല്ലാ ടെസ്റ്റും ഒരുമിച്ചങ്ങ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെയാണ് നമ്മൾ പോകുന്നത്, മെഡിടെക്. ഓക്കെ, ഒന്ന് പോയി നോക്കട്ടെ. മറ്റേതിനകത്ത് 1550 വ്യത്യാസം ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ്സും വരുമല്ലേ? 1550. ഓക്കെ, സാധനമൊക്കെ എടുത്ത് അവർ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി അകത്ത് ഇഞ്ചക്ഷൻ എന്തെങ്കിലുമൊക്കെ എടുക്കണം. 1550 ആ റേഞ്ച്, 1550 രൂപ വലിയ കുഴപ്പമില്ല. ഇലക്ട്രോലൈറ്റ്സും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിവർ, ഷുഗർ, എല്ലാ സാധനവും ഉണ്ട്. ഇന്ന് തന്നെ റിസൾട്ട് കിട്ടുമായിരിക്കും. കിട്ടുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലില്ല. നല്ല വിശപ്പ്. റിസൾട്ട് എപ്പോഴത്തേക്ക് അറിയാൻ പറ്റും? ഇന്ന് തന്നെ അറിയോ? ഓക്കെ, അതായി. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കയ്യിലേക്ക് കുത്തി മറച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് തൈറോയിഡ്, ഷുഗർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കണതാണ്. കൊളസ്ട്രോൾ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടാവുമെന്ന്. എന്നോട് അന്ന് മറ്റേ ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ, അവിടുത്തെ ഡോക്ടറും പറഞ്ഞു ഇത് ഇങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി റിസൾട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ രാവിലെ ചെയ്ത ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ ഇട്ട് ആ ടെസ്റ്റ് റിസൾട്ട്സ് വയ്ക്കാം. ബട്ട് ഒരു ന്യൂ ആംഗിൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ടെസ്റ്റ്. സോ എൻ്റെ നമ്പർ, കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഒന്ന് സെൻസർ ചെയ്തിട്ട് വിൽ ജസ്റ്റ് സി. ഓക്കെ, ദ ഫസ്റ്റ് പേജസ് ഹീമോഗ്രാം, മറ്റേ ഹീമോഗ്ലോബിൻ കൗണ്ടാണ്. അത് 15.4, കറക്റ്റ് മിഡിലാണ്. സോ നോ പ്രോബ്ലംസ് ദർ. WBC കൗണ്ട് 4000 to 11,000 റേഞ്ചിൽ വരേണ്ടത് 6.9K. അതും കുഴപ്പമില്ല, കറക്റ്റ് ആ ഒരു മീഡിയത്തിൽ നിൽക്കുന്നത്. ബാക്കി കൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ബ്ലഡിനകത്ത്, നമ്മുടെ WBCക്കകത്ത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കുറേ വയ്ക്കാം. അപ്പോൾ അതെല്ലാം ഒരു നോർമൽ. ഇപ്പോൾ മോണോസൈറ്റ്സ് മാത്രം ജസ്റ്റ് ആ ബെയർ ഇതിൽ നിൽപ്പുണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിൽ തന്നെ ഉണ്ട്. ലിംഫോസൈറ്റ്സ് ഇത്തിരി കൂടുതലാണ്. ലിംഫോസൈറ്റ്സ് ഒരു 10 കൗണ്ട് കൂടുതലുണ്ട്. അത് ചെറുതായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും കാണുന്നില്ല. സോ അതൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് വിൽ ജസ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഹെമറ്റോളജിയുടെ തന്നെ ആവറേജ് ഗ്ലൂക്കോസ് 102 ആണ് കൊടുത്തേക്കുന്നത്, 102.5. HbA1c 5.2 ഉള്ളൂ, അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. സോ 5.2 എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ഡയബറ്റിക്കാണ്. 4 in 6 എടുക്കുക. അപ്പോൾ എന്തോ ഭാഗത്തിന് എനിക്ക് ഡയബറ്റീസ് ഇല്ല. സോ ലക്കിലി ഷുഗർ ഇല്ല. ബട്ട് അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ കഴിക്കണ കാര്യങ്ങൾ, ഇപ്പോൾ ചായ ഒരുപാട് കുടിക്കും, റെഡ് ബുൾ ഒരുപാട് കുടിക്കും, അതിനകത്തൊക്കെ ഭയങ്കര ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുമ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം കുടിക്കാൻ. കൊളസ്ട്രോള് ബോർഡർ ലൈൻ ഹൈയിലാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഷുഗർ ഇല്ലെങ്കിലും കൊളസ്ട്രോൾ ഉണ്ട്, ബോർഡർ ലൈൻ ഹൈയിൽ നിൽക്കുവാണ്. അത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറവും വേണ്ട സാധനങ്ങൾ കൂടുതലുള്ളൂ. കൊളസ്ട്രോള് ഒരു ഡിസൈറബിൾ റേഞ്ച് less than 200 നിൽക്കുന്നുണ്ട്. അപ്പോൾ 27 points കൂടുതലാണ്. അതൊരു സീനാണ്. ഇനി ഹൈ ഡെൻസിറ്റി, ഇപ്പോൾ HDLനകത്ത് എനിക്ക് മോഡറേറ്റ് റിസ്ക് ആണ്. എന്ന് വെച്ചാൽ 35 to 40, അപ്പോൾ 45 കറക്റ്റ് മിഡിലാണ്. അപ്പോൾ മോഡറേറ്റ് റിസ്ക്, അത് കുഴപ്പമില്ല, നോർമൽ റേഞ്ചിലാണ്. ഇനി നോൺ HDL കൊളസ്ട്രോൾ, അത് ഭയങ്കര സീനുള്ള സാധനമാണ്. അത് 187, അത് ബോർഡർ ലൈൻ ഹൈൻ്റെ തുമ്പത്ത് നിൽക്കും. ഞാൻ ഹൈയിലെത്തി.
അത് 100 to 129 നിൽക്കേണ്ട സാധനങ്ങളൊക്കെയാണ്. ഇത് ഓണസ്റ്റിൽ 187. ഇപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ, എൽ ഡി എല്ലും ഇത്തിരി സീനായിട്ടൊരു സാധനമാണ്. അത് 158 ഹൈ ആണ്. ഹൈൻ്റെ തൊട്ടടിയിൽ, പക്ഷെ ഹൈ എന്ന് തന്നെ കൂട്ടാം. നമ്മൾ ജസ്റ്റ് പാസ് എന്നൊക്കെ പറഞ്ഞ പോലെ പാസ്സായി എന്നുള്ളൂ. എല്ലാം ഹൈ റേഞ്ച്. അപ്പോൾ കൊളസ്ട്രോൾ നല്ല രീതിക്കുണ്ട്. ഇതെന്തോ ഭയത്തിലാണ് നമ്മൾ മറ്റേ ബോർഡർ ലൈനിൽ നിന്ന് അപ്പുറത്ത് പോകാതെ ആക്ച്വൽ കൊളസ്ട്രോൾ എന്നുള്ളൊരു ഡിസീസ് ഉണ്ടെന്ന് പറയണ ലെവലായിട്ടില്ല, ബട്ട് ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഇനി ക്രിയാറ്റിൻ ആണെങ്കിൽ 0.9, അത് അഡൾട്ട്സിന് കറക്റ്റ് മീഡിയം റേഞ്ച്. അപ്പം ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. കൊളസ്ട്രോൾ എനിക്ക് അറിയായിരുന്നു ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. ബിൽറൂബിൻ ടെസ്റ്റ് 1.1 ഹൈ റേഞ്ച് ആണ്. 1.2 ആണ് മാക്സിമം, അത് 1.1. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഇത്തിരി സീനാണ്. അപ്പോൾ എൽ ഡിയിൽ മാത്രമേ ആ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഇത്തിരി ഹൈ ആയിട്ട് കാണുന്നുള്ളൂ. അതും വലിയ കുഴപ്പമില്ല ബയോളജിക്കൽ റെഫറൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇൻ്റർപ്രിട്ടേഷൻ മറ്റേ തൈറോയിഡിൻ്റെ നോക്കുമ്പോഴത്തേക്കും 2 കറക്റ്റ് മിഡിൽ. 5 മുകളിലോട്ട് തൈറോയിഡ് ഉള്ളപ്പോഴാണ് സീനുള്ളത്. എനിക്ക് 2.17. അപ്പോൾ തൈറോയിഡും അല്ല. അപ്പം ഞാൻ ഈ കാണുന്ന സാധനങ്ങൾ, എനിക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് എന്നതൊന്നും തൈറോയിഡിൻ്റെ പ്രശ്നമല്ല, ഞാൻ മടി കാണിക്കണതിൻ്റെയാണ്. അപ്പോൾ ഇത് ഡെഫിനിറ്റ് പ്രൂഫാണ് എൻ്റെ ബോഡി ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. നമുക്കത് ചേഞ്ച് എടുക്കാൻ പറ്റും. കൊളസ്ട്രോൾ മാത്രമേ കൂടുതലുള്ളൂ. സോ ഇതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തത്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലായി. കാരണം ഷുഗറിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഫാറ്റ് ആവണോ അല്ലെങ്കിൽ മെറ്റബോളിസം കുറഞ്ഞേക്കണം, ഷുഗർ കാരണമല്ല. എനിക്ക് തൈറോയിഡ് ഇല്ല. തൈറോയിഡ് ഇല്ലെങ്കിൽ എന്താ, ഓക്കെ, ഈ ഡെപ്പോസിറ്റ്സ് ഒക്കെ വന്നേക്കുന്നത് ആൻഡ് അൺലൈക്ക് സെഡൻറ്ററി ലൈഫ് കാരണം. എൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിനകത്ത് ലിവർ കുറച്ച് ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോളും ഹൈ ആണ്. അപ്പോൾ എന്താ, കൊളസ്ട്രോൾ ഹൈ ആവുന്നതനുസരിച്ച് ലിവറിന് പണി കൂടുതലാണ്, ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ലിവറിൽ വരും. അങ്ങനത്തെ ഒരു സീൻ കാരണം നമ്മുടെ ലിവർ ഫങ്ഷനും കുറച്ച് കുറയും. അപ്പോൾ നമ്മുടെ ലിവറിനാണ് ഇപ്പോൾ കുറച്ച് ബാധകം വന്നേക്കുന്നത്, ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വെച്ച് നമ്മൾ ബോഡീനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി ഇതൊക്കെ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻ കുറച്ചും കൂടെ നന്നായിട്ട് ഒരു ഇൻഡെപ്തായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെന്ന് വെച്ചാൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയുടെ ചെറിയൊരു ഇൻ്റർപ്രിട്ടേഷൻ വെച്ചാണ് ഞാൻ പഠിച്ച സാധനത്തിൻ്റെ ഒരു ചെറിയൊരു അനാലിസിസ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും ആക്യുറേറ്റ് ആണെന്ന് ഒരു ഉറപ്പില്ല. ഒരു ഡയറ്റീഷ്യൻ കണ്ട് നമ്മുടെ ബോഡി ഷേപ്പും ഹൈറ്റ്, വെയ്റ്റ്, ബോഡി മാസ് ഇൻഡെക്സ്, BMI അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മനസ്സിലാവും ഈ പ്രശ്നം നമുക്ക് സിവിയർ ആണോ, ഇപ്പോൾ തന്നെ മാറണോ, സ്ലോലി മാറണോ, എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തു. ഇത് December 31 തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുവാണ്. ഡയറ്റ് സെറ്റാക്കുവാണ്. ഇന്ന് രാവിലെ തൊട്ട് മറ്റേ കഴിച്ചിട്ടുണ്ട്. ബട്ട് ആസ് ഡേ ഗോസ് ബൈ, ഇന്നിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടുകാരുടെ ആനിവേഴ്സറിയാണ്, അപ്പോൾ അതിൻ്റെ ഫുഡ് അടി ഉണ്ടാവും, അത് ഇതൊക്കെ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് റൈറ്റ് നൗ. ദ ബ്ലഡ് റിസൾട്ട്സ് എവറിത്തിങ് ഈസ് ഓക്കെ. ഒരു ഫ്രഷ് സ്റ്റാർട്ടിനുള്ളൊരു ഇതുണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് ചത്തുകുത്ത് പണിയെടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് തന്നെ നമുക്ക് അവിടെ എത്താം എന്നുള്ളൊരു ഹോപ്പ് തന്നെ ഉണ്ട്. സോ യാ, ദാറ്റ് ഈസ് മൈ ബ്ലഡ് റിസൾട്ട്സ്. ഐ നോ വെരി പേഴ്സണൽ ഡീറ്റെയിൽസ് അബൌട്ട് മീ, ബട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേ ബി യു വിൽ ഓൾസോ ഡിസൈഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ന്. സോ ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ഇറ്റ്. ഡു എ ടെസ്റ്റ്. ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ടെസ്റ്റ് ചെയ്യും. ഇറ്റ്സ് എക്സ്പെൻസീവ്, 1500 രൂപയാണ്, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ആ ഒരു സമാധാനത്തിനും അല്ലെങ്കിൽ ആ ഒരു വേക്കപ്പ് കോളിന് വേണ്ടി അടിപൊളിയാണ് ഒരു ബ്ലഡ് ടെസ്റ്റ്. സോ യാ, ദിസ് വാസ് മൈ വേക്കപ്പ് കോൾ. നൗ ഞാൻ ബാക്ക് ടു വർക്കിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്തെടുത്തതാണ്. വർക്ക് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബട്ട് ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഇത്രേ ഉള്ളൂ. എൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് കാണിക്കാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. സോ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഡയറ്റീഷ്യനെ കാണുന്നതായിരിക്കും. ആ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ, സി യാ.